നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ്. അപ്പം സ്വിങ്ങിനകത്തുള്ള കമ്പോണൻസിനെ നമ്മളെ ഹോൾഡ് ചെയ്യുന്നതാണ് മോഡൽ വ്യൂ കൺട്രോളർ MVC. അപ്പം അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതായത് എസ്പെഷ്യലി നമ്മളുടെ ഈ GUI, അതായത് MVC എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GUI കമ്പോണൻസിനെ മെയിൻലി 3 എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് GUI കമ്പോണൻസ് ഉണ്ട്, ഈ GUI കമ്പോണൻസിനെ മെയിൻലി 3 എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ. അവരുടെ സ്വഭാവം അനുസരിച്ച്, ബിഹേവിയർ അനുസരിച്ച് GUI കമ്പോണൻസിനെ മെയിൻലി 3 എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് MVC ചെയ്യുന്നത്, മോഡൽ വ്യൂ കൺട്രോളർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെൽ നോൺ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണ്. ഇത് ഒരു നല്ല സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസർ ഇൻ്റർഫേസ് ഓൺ കമ്പ്യൂട്ടർ ബൈ ഡിവൈഡിങ് ആൻ ആപ്ലിക്കേഷൻ ഇൻറ്റു 3 ഇൻകോപ്പറേറ്റഡ് പാർട്സ്. ഈ ഒരു 3 പാർട്സും, അതായത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു എലമെൻസിനെ 3 കമ്പോണൻസിനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ 3 കമ്പോണൻസിനെയും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു GUIനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് MVC എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷന് സെപ്പറേറ്റ് ചെയ്യും ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫ്രം ദ വേ ഇൻഫർമേഷനാണ്. അതായത് നമ്മളെന്താണ് യൂസറിന് എങ്ങനെയാണോ നമ്മളുടെ ഒരു ഫ്രെയിം വർക്കിനെ കാണേണ്ടത് ആ രീതിയിൽ ഇതിനെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസറിൻ്റെ നീഡ് അനുസരിച്ചുള്ള ഔട്ട്പുട്ടായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസർ എന്ത് ഇൻപുട്ട് കൊടുത്താലും ആ ഇൻപുട്ടുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ യൂസറിൻ്റെ നീഡ് അനുസരിച്ച് നമ്മളുടെ കോഡിൽ ചേഞ്ച് വരുത്തി നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് തരുന്നതാണ് ഇതിൻ്റെ മെയിൻ ഗോള്. അപ്പോൾ MVD എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പോണൻസിനെ, അതായത് GUI കമ്പോണൻസിനെ മെയിൻലി 3 എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ എലമെൻറ്റ്, ഈ 3 എലമെൻറ്റിനെയും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും GUI ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസർ എന്ത് ഇൻപുട്ട് കൊടുത്താലും ഈ ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്ത് അത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ യൂസറിൻ്റെ നീഡ് അനുസരിച്ചുള്ള ഔട്ട്പുട്ടായിരിക്കും MVC പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് മെയിൻലി ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലായിരിക്കും നമ്മളിപ്പോൾ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്തിലും യൂസ് ചെയ്യാൻ പറ്റും, വെബ് ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ MVC യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു MVCനെ മെയിൻലി 3 എലമെൻ്റായിട്ട്, കമ്പോണൻസിനെ 3 എലമെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ 3 എലമെൻ്റ് ഏതൊക്കെയാണെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മെയിൻലി 3 എലമെൻ്റ് എന്ന് പറഞ്ഞു മോഡൽ, വ്യൂ, കൺട്രോളർ. അപ്പം മെയിൻലി MVC കമ്പോണൻസിനെ 3 ഡിവൈഡ് ചെയ്യും ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ. അവരുടെ ബിഹേവിയർ അനുസരിച്ചായിരിക്കും ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. ആ 3 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? മോഡൽ, വ്യൂ, കൺട്രോളർ. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റേനെ മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ മോഡൽ യൂസ് ചെയ്യുന്നത്. മാനേജ് ഡേറ്റ ആൻഡ് ലോജിക്കൽ റൂൾസ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അതായത് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ റൂൾസും അതിൻ്റെ ഡേറ്റാസിനെയും മാനേജ് ചെയ്യാനായിട്ടാണ് മോഡൽ പാർട്ട് യൂസ് ചെയ്യുന്നത്. വ്യൂ പാർട്ട് എന്താ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രസൻറ്റ് ഡേറ്റ ടു യൂസർ. എങ്ങനെയാണോ ഡേറ്റ യൂസറിന് വേണ്ടത് ആ രീതിയിൽ നമ്മളുടെ മോഡലിന് യൂസറിന് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വ്യൂ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് വ്യൂ എന്ന് പറയുന്ന എലമെൻറ്റ് പെർഫോം ചെയ്യുന്നത്. ദെൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസറിൽ നിന്നുള്ള എല്ലാ ഇൻപുട്ടിനെയും അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഇൻപുട്സിനെ ആരിലൊക്കെ പാസ് ചെയ്യും? കൺട്രോളറിലും വ്യൂവിലോട്ടും പാസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൺട്രോളർ ചെയ്യുന്നത്. മോഡലിലും വ്യൂവിലും പാസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൺട്രോളർ ചെയ്യുന്നത്. അപ്പോൾ മോഡൽ എന്താ ചെയ്യുന്നത്? ഡേറ്റാസിനെയും അതിൻ്റെ ലോജിക്കൽ ഫംഗ്ഷൻസിനെയും എല്ലാം മാനേജ് ചെയ്യുന്നു. വ്യൂ എന്താ ചെയ്യുന്നത്? യൂസറിന് എങ്ങനെയാണോ അത് കാണേണ്ടത് ആ രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നു. ദെൻ കൺട്രോളർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസറിൽ നിന്നുള്ള ഏത് ഇൻപുട്ട് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഇൻപുട്ടുകൾ മോഡലിലോട്ടും വ്യൂവിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ MVCയിൽ യൂസ് ചെയ്യുന്ന 3 എലമെൻറ്റ്സ്. അതൊരു ഫിഗർ റെപ്രസെൻറ്റേഷനോ കൊടുത്തിരിക്കുന്നത്. നോക്കുക, യൂസറിൽ നിന്നുള്ള ഇൻപുട്ടുകൾ എടുക്കുന്ന ആരാണ്? കൺട്രോളറാണ്. അപ്പം ആ ഇൻപുട്ട് ചേഞ്ചുകളെ മോഡലിലോട്ട് കൊടുക്കും. മോഡൽ അത് കറക്റ്റ് ചെയ്ത് ഡേറ്റേനെ മാനേജ് ചെയ്തിട്ട് അത് വ്യൂവിലോട്ട് കൊടുക്കും. വ്യൂവിലാണ് യൂസറിനെ എങ്ങനെയാണോ കാണേണ്ടത് ആ രീതിയിൽ ചെയ്യുന്നത്. വ്യൂവിൽ നിന്നാണ് യൂസറിനെ എങ്ങനെയാണോ ആ മോഡൽ കാണേണ്ടത് ആ രീതിയിൽ ചെയ്യുന്നത്. ക്ലിയറാണോ? അപ്പോൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ മാനിപ്പുലേറ്റ്സ് മോഡലിലോട്ട് കൊടുക്കും. അത് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മളെ വ്യൂവിൽ നിന്നായിരിക്കും വ്യൂവിൽ നിന്ന് യൂസറിലോട്ട് ആ സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് 3 എലമെൻറ്റ്സ്, മോഡലും വ്യൂവും കൺട്രോളറും. ദെൻ അടുത്തതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കമ്പോണൻസ് ആൻഡ് കണ്ടെയ്നേഴ്സ്.
എന്താണ് കമ്പോണൻസ്, എന്താണ് കണ്ടെയ്നേഴ്സ്? നമ്മൾ ഇതിന് മുന്നേ ഒക്കെ പറഞ്ഞു കമ്പോണൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, കണ്ടെയ്നർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്നാണ് ഇനി പറയുന്നത്. അപ്പം കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ സെക്ഷനെയാണ് നമ്മൾ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ബട്ടൺ, അതുപോലെ തന്നെ മൗസ് ക്ലിക്ക് ചെയ്യുന്നത്, ലേബല്, പാനൽ, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ കമ്പോണൻസ് ആണ്. ഫ്രെയിം, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ കമ്പോണൻസ് ആണ്. കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കമ്പോണൻസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിനെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ കമ്പോണൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടെയ്നർ എന്ന് പറയുന്നത്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ ഡിഫറെൻറ്റ് കമ്പോണൻറ്റിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു കമ്പോണൻറ്റിനെയാണ് എന്താ പറയുന്നത്? കണ്ടെയ്നർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാത്തിനെയും നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ജാവ X.Swing എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് നമ്മളെല്ലാ എല്ലാ കമ്പോണൻസിനെയും ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതിനെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ജാവ X.Swing.j കമ്പോണൻറ്റ് ക്ലാസ്സസിനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ കമ്പോണൻറ്റിനെയും ഈ കമ്പോണൻറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസിനെയും നമുക്ക്, ഇതൊരു കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിനകത്ത്, കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഓൾസോ ഒരു കമ്പോണൻ്റാണ്. ഈ കമ്പോണൻറ്റിനകത്ത് എന്തുണ്ടാവും? കുറേ കമ്പോണൻസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പോണൻസിനെയാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോന്നിനെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പോണൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെയ്നറും ഓൾസോ എ കമ്പോണൻറ്റ്. അപ്പം ഈ ഒരു ജെ കമ്പോണൻറ്റ് ക്ലാസ്സിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജെ കമ്പോണൻറ്റ് ക്ലാസ്സിൽ എന്തുണ്ടാവും? കുറേ കമ്പോണൻസുകൾ ഈ ജെ കമ്പോണൻറ്റ് ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ അതിനെല്ലാം നമ്മളുടെ പ്രോഗ്രാമിലോട്ട് ഇൻവോക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം ഈ കമ്പോണൻ്റ് എന്നാണ്. അപ്പോൾ കമ്പോണൻ്റ് തന്നെയാണല്ലോ കണ്ടെയ്നർ. ക്ലിയർ ആയോ? കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓരോന്നിനെയാണ് നമ്മൾ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ ഓരോ കമ്പോണൻറ്റിനെയും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിനെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് കമ്പോണൻ്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ജെ കമ്പോണൻറ്റ് ക്ലാസ്സിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ജെ കമ്പോണൻറ്റ് എന്താണ്? ജെ കമ്പോണൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് കുറേ കമ്പോണൻസ് ഉണ്ടാവും. ആ കമ്പോണൻസിനെ എല്ലാം ലേബൽ ചെയ്തിരിക്കുന്നത് ജെ എന്ന് പറയുന്ന ഒരു വെച്ചിട്ടായിരിക്കും, ജെ എന്ന് പറയുന്നത്. അപ്പോൾ ജെ കമ്പോണൻറ്റ് ക്ലാസ്സിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ കമ്പോണൻറ്റിനെയും നമുക്ക് കിട്ടും. ഈ ജെ കമ്പോണൻറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്താണ്? AWT ക്ലാസ്സസിൽ നിന്നാണ്. AWT ഓൾറെഡി നമുക്കുള്ളതാണ്. അപ്പം ആ AWT ക്ലാസ്സസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെ കമ്പോണൻസിനെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഈ സ്വിങ് കമ്പോണൻറ്റും ഈ AWT കമ്പോണൻറ്റിനകത്ത് ഇൻബിൽറ്റ് അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ AWT കമ്പോണൻറ്റിനെയും കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്വിങ് കമ്പോണൻസിനെയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജാണ് ജാവ X.Swing എന്ന് പറയുന്ന പാക്കേജിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള സ്വിങ്ങിനകത്തുള്ള എല്ലാത്തിനെയും നമുക്ക് കിട്ടും. ഇനി എന്താ? AWT ഓൾറെഡി സ്വിങ്ങിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി എന്താ? അതിനകത്തുള്ള ജെ കമ്പോണൻറ്റിനകത്തുള്ള ഡിഫറെൻറ്റ് ക്ലാസ്സസ്, അതായത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഒരു ജെ കമ്പോണൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലുണ്ട്. ആ ഒരു ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് ഇവിടെ പറയുന്നത്. കണ്ടോ? എല്ലാത്തിനെയും നമ്മൾ എന്താ ചെയ്യുന്നത്? ജെ കൊണ്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജെ ആപ്ലെറ്റ്, ജെ കൺട്രോൾ. അപ്പം ജെ കമ്പോണൻറ്റിനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് വേണമെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ജെ ബട്ടനാണ് വേണ്ടതെങ്കിൽ എന്താണ്? ജാവ X.Swing.j ബട്ടൺ അല്ലെങ്കിൽ ജെ കമ്പോണൻറ്റ് .j ബട്ടൺ. ജെ ബട്ടനാണ് കോൾ ചെയ്യുമെങ്കിൽ ജെ ബട്ടൺ, ജെ കോംബോ ബോക്സ് ആണെങ്കിൽ ജെ കോംബോ ബോക്സ്, ജെ എഡിറ്റർ പാൻ ആണെങ്കിൽ എഡിറ്റർ പാൻ, അങ്ങനെ ജെ ലിസ്റ്റ് ആണെങ്കിൽ ജെ ലിസ്റ്റ്. അപ്പോൾ അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് ജെ കമ്പോണൻറ്റിൽ നിന്ന് നമുക്കതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജെ കമ്പോണൻറ്റ് എന്താണ്? ഒരു കണ്ടെയ്നറാണ്. അതിനകത്ത് എന്താണ്? ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിനെ എല്ലാം ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ജെ എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ടായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പറയുന്നത്. ദെൻ ഈ അപ്പോൾ കമ്പോണൻസ് തന്നെയാണ് കണ്ടെയ്നേഴ്സ്. ഇനി കണ്ടെയ്നേഴ്സ് എന്താണെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പം കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 2 ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സാണ് ഉള്ളത്. അപ്പം കമ്പോണൻസ് തന്നെയാണ് കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് തന്നെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് കണ്ടെയ്നേഴ്സും. ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത്
അതിനകത്തുനിന്ന് നമുക്ക് ജെ കമ്പോണൻസിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടെയ്നേഴ്സ്, അതായത് ജെ കമ്പോണൻസിനെ ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പ് ലെവൽ കമ്പോണൻസിൽ നിന്ന് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ടോപ്പ് ലെവൽ കമ്പോണൻസിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത കമ്പോണൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ജെ കമ്പോണൻസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടെയ്നേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻലി എന്തുണ്ടാകത്തുള്ളൂ, ഫ്രെയിമും ആപ്ലെറ്റും വിൻഡോയും ഡയലോഗും. ഇതെല്ലാം ജെയിൽ വരുന്നതാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് എന്തിൽ നിന്ന് പറ്റത്തില്ല, ജെ കമ്പോണൻറ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സാണ്. ഇതൊന്നും ഇപ്പം ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് ജെ ക്ലാസ്സിന് അല്ലെങ്കിൽ ജെ കമ്പോണൻറ്റിന് എന്ന് പറയുന്ന ക്ലാസ്സസിനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ജെ ഫ്രെയിം കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് ജെ ഫ്രെയിം എന്ന് പറഞ്ഞ സ്പെഷ്യൽ കണ്ടെയ്നറിനെ തന്നെ നമുക്ക് കോൾ ചെയ്യണം. അപ്പോൾ ഫ്രെയിമിലുള്ള എല്ലാ ഓപ്ഷനും ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, ജെ ഫ്രെയിം എന്ന് പറയുന്ന ആ ഒരു കണ്ടെയ്നറിൽ നിന്നായിരിക്കും. ആ കണ്ടെയ്നറിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള കുറേ കമ്പോണൻസ് ഉണ്ട്. അപ്പം ജെ ഫ്രെയിം നമുക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രെയിമിനാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കമ്പോണൻസും ആ കണ്ടെയ്നറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ രണ്ടാമത്തെ ടൈപ്പാണ് ലൈറ്റ് വെയ്റ്റ് കമ്പോണൻസ്. ഈ ലൈറ്റ് വെയ്റ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ടോപ്പ് ലെവൽ കമ്പോണൻസ് ചിലപ്പം എന്താണ് ലൈറ്റ് വെയ്റ്റ് കമ്പോണൻസിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. കണ്ടെയ്നേഴ്സിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സും ലൈറ്റ് വെയ്റ്റ് കണ്ടെയ്നേഴ്സും. ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സിനകത്ത് വരുന്നതാണ് എക്സാമ്പിളാണ് ഡയലോഗ് ഫ്രെയിം, ജെ ഡയലോഗ്, ജെ ഫ്രെയിം, ജെ ആപ്ലെറ്റ്. അതിനകത്തെന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടെയ്നേഴ്സ്. ഇതെന്ന് പറയുന്നത് ഹെവി വെയ്റ്റ് ആണ്. ഹെവി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഡിവിഷൻ. ഇനി ഇതിനകത്ത് കണ്ടെയ്നേഴ്സ് എന്താണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ മെയിൻലി 3 കണ്ടെയ്നേഴ്സിന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പാനലും ഫ്രെയിമും വിൻഡോയും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് എന്താണ് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരേണ്ടത്, ഒരു ഡയലോഗ് ബോക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ബോക്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളുടെ എല്ലാ പാക്കേജിനെയും ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് java.x.swing.jframe. ഫ്രെയിം അല്ലേ ഇതൊരു ഫ്രെയിം അല്ലേ. അപ്പം എന്ത് ചെയ്യണം, java.x.swing.jframeനെ നമ്മൾ ഇൻവോക്ക് ചെയ്തു. അതിനുശേഷം അതിനകത്തുള്ള യൂട്ടിലിറ്റീസ്, സ്വിങ്ങിനെയും അതിൻ്റെ സ്വിങ്ങിൻ്റെ എല്ലാ യൂട്ടിലിറ്റീസിനെയും നമ്മളുടെ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് ഇതെന്താ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ജെ ഫ്രെയിമിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. കാര്യം ഫ്രെയിമാണ് നമുക്കിനകത്ത് ഡ്രോ ചെയ്യേണ്ടത്. ഇനി എന്താ വേണ്ടത്, സെറ്റ് ടൈറ്റിൽ സിമ്പിൾ എക്സാമ്പിൾ. അതായത് നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യാം. നമുക്കിവിടെ എന്ത് പേര് വേണമെങ്കിലും കൊടുത്താൽ നമ്മളുടെ ഫ്രെയിമിനകത്ത് ഏത് പേരാണോ വേണ്ടത് ആ പേര് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി അതിൻ്റെ ലെങ്തും വിഡ്ത്തും, സെറ്റ് സൈസ്, എത്ര സൈസ് വേണം എന്നുള്ളത്, എത്ര വലിപ്പം വേണം എന്നുള്ളത്, ലെങ്തും വിഡ്ത്തും എത്ര വലിപ്പം വേണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇതിനകത്തൊന്നും നമുക്ക് എഴുതി കൊടുക്കണ്ട. സോ നമ്മൾ അതിൻ്റെ റിലേറ്റീവ് ടു നൾ വാല്യൂ ആണ്. അതായത് ഒന്നും വേണ്ട, ഒരു എംപ്റ്റി ബോക്സ് ആണ് നമുക്ക് വേണ്ടത്. സെറ്റ് ഡിഫോൾട്ട് ക്ലോസ് ഓപ്ഷൻ, അതായത് ക്ലോസ് ഓപ്ഷൻ നമുക്കിനകത്ത് സെറ്റ് ചെയ്യാൻ. ഡിഫോൾട്ട് ക്ലോസ് ഓപ്ഷൻ, അതായത് ഇത് ഡിസ്പ്ലേ ചെയ്യുക, അതിനുശേഷം ഇത് ഓഫായി പോവുക, നമ്മൾ കണ്ടു, അതിനുശേഷം ക്ലോസ് ആവുക. അതിനാണ് സെറ്റ് ഡിഫോൾട്ട് ഓപ്ഷൻ. എക്സിറ്റ് ഓൺ ക്ലോസ് എന്ന് പറയുന്ന ഡിഫോൾട്ട് ബോക്സ്, ഡയലോഗ് ബോക്സ് വരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ വരാനായിട്ടാണ് അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പിന്നെ അതിനുശേഷം കാൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ എന്താ, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. EX എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. EX സെറ്റ് വിസിബിൾ ആവുന്ന സമയത്ത്, ട്രൂ ആവുന്ന സമയത്തായിരിക്കും ഈ ബോക്സ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോകും, ഇത് ട്രൂ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് പോയിട്ട് ഇത് ഈ കോഡ് റൺ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീൻ കിട്ടുന്നത്. അപ്പോൾ അതായിരിക്കും ഒരു വിൻഡോ, നമ്മളുടെ വിൻഡോയിൽ ഒരു സ്ക്രീൻ വരുന്നൊരു എക്സാമ്പിൾ. ക്ലിയർ ആയോ? അപ്പം ഇത്രയാണ് എന്തിനെ പറ്റി പറയാനുള്ളത്, കണ്ടെയ്നേഴ്സ്, കമ്പോണൻസ് ആൻഡ് MVC. ഓക്കെ, താങ്ക് യു.